താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതക കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് ഷഹബാസിന്റെ കുടുംബം രംഗത്ത്. പരീക്ഷാഫലം തടയണമെന്നാവശ്യപ്പെട്ട് കുടുംബം ബാലാവകാശ കമ്മീഷനെ സമീപിച്ചു. വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവ് വിട്ടതിന് പിന്നാലെയാണ് ഷഹബാസിന്റെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത്. താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട കുട്ടികളുടെ SSLC പരീക്ഷാഫലം ഈ മാസം 18-നകം പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. പരീക്ഷാഫലം തടഞ്ഞുവെച്ച നടപടി ബാലാവകാശ കമ്മീഷന് എതിരാണെന്നും ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ഷഹബാസിന്റെ കുടുംബം പരാതി നൽകിയിരുന്നു. പരീക്ഷാഫലം തടഞ്ഞതും ഡീബാർ ചെയ്തതും നിയമവിരുദ്ധമാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. പരീക്ഷാഫലം തടഞ്ഞുവെക്കണമെങ്കിൽ പരീക്ഷയിൽ ക്രമക്കേട് നടക്കണം. എന്നാൽ ഈ 6 വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലെന്നും കമ്മീഷൻ അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 27-നായിരുന്നു ഷഹബാസിനെ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത്. ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കത്തിലായിരുന്നു സംഘർഷത്തിന് കാരണം. തർക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് വ്യാഴാഴ്ച വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഷഹബാസിനെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. തലച്ചോറിന് 70% ക്ഷതമേറ്റതിനാൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു വിദ്യാർത്ഥി ജീവൻ നിലനിർത്തിയിരുന്നത്. പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പിന്നാലെ ജുവൈനൽ ഹോമിലെ പ്രത്യേക പരീക്ഷാ കേന്ദ്രത്തിലായി വെച്ചായിരുന്നു കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന് ആരോപിച്ച് KSAയും MSFും രംഗത്ത് വന്നിരുന്നു. പിന്നീട് വിദ്യാർത്ഥികളെ പരീക്ഷാ കേന്ദ്രം മാറ്റുകയും ജുവൈനൽ ഹോമിലേക്ക് പരീക്ഷയ്ക്കുള്ള സജ്ജീകരണം നടത്തുകയുമായിരുന്നു. എല്ലാവിധ വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.